സിലിക്കോൺ മതി. ഇതൊന്ന് കാണിക്ക്. പിന്നെ ചൊറിയണത് ഓരോരോ സാധനങ്ങളും കൗതുകത്തോടെ നോക്കാൻ കേട്ടോ ഞങ്ങൾ. അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ സഞ്ചരിക്കുന്ന പീടിയാട്ടോ. അതാട്ടോ ഞാൻ അതിനിട്ട പേര്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഫുഡ് ട്രക്ക്, ക്ലോത്ത് ട്രക്ക് എന്നൊക്കെ. നമ്മൾ മലയാളീസ് ഇത് പണ്ടേ പറ്റിയതാണല്ലേ. ഇതിലില്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. സത്യം പറയാലോ, എനിക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ആയിരുന്നിട്ടോ ഞാൻ കൂടുതൽ ഈ വണ്ടികളെ കാണാറ്. ഇപ്പം അങ്ങനെ കാണാറൊന്നുമില്ല കേട്ടോ. ഈ കടക്ക് പ്രത്യേകിച്ച് ഒരു പേരോ അടയാളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവർ വിളിക്കൽ തന്നെ ആഴ്ചക്കാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ തിങ്കളാഴ്ചക്കാരനേക്കാരം, ചിലപ്പോൾ വേറെ നാട്ടിൽ ശനിയാഴ്ചക്കാരനേക്കാരം. ഓരോ മാസത്തിൽ ഓരോ സ്ഥലത്തേക്ക് ഇട പോവുക. എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ക്രോക്സ് മുതൽ ഷൂസ് തൊട്ട് ചവിട്ടികൾ, പ്ലാസ്റ്റിക് സ്ക്രബ്ബർ, സ്റ്റീൽ സ്ക്രബ്ബർ, പാട്ട, അതുപോലെ തന്നെ ഡിഷ് വാഷർ, ലോണ്ട്രി, എന്തെല്ലാമാണ്. ജെൻസിനിടാൻ പറ്റിയ ചെരുപ്പ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഇട്ട് തന്നെ അറിയണം കേട്ടോ. പിന്നെ അതാ കൊട്ടക്കൈൽ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊട്ടക്കൈൽ എന്നാട്ടോ വിളിക്കുക. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറച്ചിക്കൊട്ട, മീൻകൊത്തിയാക്കാം, ഇറച്ചിക്കൊട്ടയാക്കാം. ഇപ്പം എല്ലാം പ്ലാസ്റ്റിക് ആണല്ലോ. നമ്മളെ മുറം വരെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഓല കൊണ്ടുള്ള മുറങ്ങളൊക്കെ അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ മെയിൻ്റെനൻസിനൊക്കെ സുഖം പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. കുഞ്ഞി സ്റ്റൂള്, ചൂല്, എന്തെല്ലാമാണ്. ഞാനൊരു സിലിക്കോൺ ബ്രഷ് വാങ്ങിയിട്ടോ. മൂപ്പർക്ക് പിന്നെ സ്ഥിരം പരിപാടിയാണ് എല്ലാ ബിസിനസ്മാരോടും പോയിട്ട് എങ്ങനെയുണ്ട് കച്ചവടം, ലാഭമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പരിപാടി കേട്ടോ.